ഈ നിയമസഭാ സമ്മേളനത്തിൻ്റെ തുടക്കം മുതൽ ഞങ്ങൾ സഭാ നടപടികൾ ബഹിഷ്കരിച്ചു വരികയാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും SITയുടെ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഞങ്ങൾ സഭാ നടപടികൾ ബഹിഷ്കരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് സഭാ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും ഗവൺമെൻറ് മുഖം ഈ വിഷയങ്ങളിൽ വികൃതമാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ച പോലെ ശബരിമല വിശ്വാസ സംഗമമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് നിയോഗിച്ച ഓഡിറ്റർ ഹൈക്കോടതി സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള തട്ടിപ്പുകൾ നടന്നു എന്ന് വ്യക്തമായിരിക്കുകയാണ്. 600 പേർ ഭക്ഷണം കഴിച്ചപ്പോൾ 5000 പേർ ഭക്ഷണം കഴിച്ചു എന്നുള്ള കണക്ക്, അതുപോലെ തന്നെ അവിടെ ഒരു രാത്രി കിടക്കാൻ ബെഡ് ഒരുക്കിയതിനുള്ള ചെലവുകൾ, ഇതെല്ലാമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കോടതിയോടുള്ള യാതൊരു വിധത്തിലുള്ള അനാദരവില്ലെന്ന് മാത്രമല്ല, കോടതി നടപടികളെ അങ്ങേയറ്റം കോടതികളെ ബഹുമാനിക്കുന്ന നിലപാടാണ് ഞങ്ങൾ ഇതേപര്യന്തം സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ചില കേസുകളിൽ വിധി പറഞ്ഞ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ പ്രതീകാത്മകമായി നാട് കടത്തിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പാരമ്പര്യം ഐക്യജനാധിപത്യ മുന്നണിക്ക് ഇല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ യുവതീ സംഘവുമായി ബന്ധപ്പെട്ട കേസ് ഈ കാലഘട്ടത്തിലാണ് ഉണ്ടായത്. ഈ ഗവൺമെൻറ് വിശ്വാസികളോട് അങ്ങേയറ്റം വഞ്ചനാപരമായ നിലപാടാണ് സ്വീകരിച്ചത്. ഗവൺമെൻറ് ഒരു നിലപാടുമില്ല എന്നുള്ളതല്ല, ഗവൺമെൻറ് ആ കാര്യത്തിൽ ഒളിച്ചുകളിയാണ് നടത്തുന്നത്. കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന് അറിയേണ്ട കാര്യം യുവതീ പ്രവേശന കാര്യത്തിൽ ഗവൺമെൻറ് നിലപാട് എന്താണ് എന്നുള്ളതാണ്. ഗവൺമെൻറ് പറയുന്നത് ഇനിയും സമയമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ കാര്യത്തിൽ ഗവൺമെൻറ് ഒളിച്ചുകളി നടത്തുന്നു എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ച കാര്യം ആവർത്തിക്കേണ്ട കാര്യമില്ല. കോടതി പറഞ്ഞിരിക്കുന്നു, തന്ത്രിയെ അറസ്റ്റ് ചെയ്ത കാര്യത്തിൽ, തന്ത്രിയുടെ പേരിൽ കേസെടുത്ത കാര്യത്തിൽ തെളിവിൻ്റെ കണിക പോലും ഇല്ല എന്ന്. അപ്പോൾ ഗവൺമെൻറ് കൂടുതൽ എക്സ്പോസ്ഡ് ആകുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ആചാര ലംഘന കാര്യത്തിൽ ഗവൺമെൻറ് നിലപാടിന് കൂട്ടുനിൽക്കാഞ്ഞ തന്ത്രിയെ മനഃപൂർവ്വമായി 40 ദിവസമാണ് ഈ ഗവൺമെൻറ് ജയിലിലിട്ടത്. അതുപോലെ തന്നെ സ്വർണ്ണക്കൊള്ളക്കേസിൽ കുറ്റക്കാരായി ജയിലിലടയ്ക്കപ്പെട്ട എല്ലാവരും തന്നെ ഗവൺമെൻറ് കൃത്യസമയത്ത് കുറ്റപത്രം നൽകാത്തതിൻ്റെ പേരിൽ അവർക്കെല്ലാം 90 ദിവസം കഴിഞ്ഞപ്പോൾ ജാമ്യം കൊടുക്കേണ്ട സ്ഥിതി ഉണ്ടായി. ഈ ഗവൺമെൻറ് സ്വർണ്ണക്കൊള്ളക്കേസിൽ വരുത്തുന്ന വീഴ്ചകളാണ് ഇതിലൂടെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ആത്മാർത്ഥതയില്ലായ്മയാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്നത്തെ സഭാ നടപടികൾ ബഹിഷ്കരിച്ചതും ഇതുവരെ ഈ സമരത്തിൽ ശക്തമായി നിയമസഭയിൽ നിലപാട് സ്വീകരിച്ചതും.